ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് 6 o'clock in the morning. ഞാൻ 6 മണിക്കൊക്കെ എഴുന്നേക്കുന്നത് വെക്കേഷൻ പോകുമ്പോൾ മാത്രമാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഡേ 2 ആണ്. എല്ലാവരും എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ ഞാനും അമ്മു എഴുന്നേറ്റു. ചുമ്മാ കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് നടത്തോ ആവുമല്ലോ. ഇവിടെ ഇപ്പോൾ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഹാവ് സം ഫൺ. അങ്ങനെ ഞാനും അമ്മവും കുറച്ച് റീൽസൊക്കെ എടുത്ത് ഇനി അടുത്ത പരിപാടി എന്താണെന്നോ, ഇന്ന് 9th ഏപ്രിലാണ്, ഞങ്ങളുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറേ സെർച്ചൊക്കെ ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഉണ്ട്. ഇപ്പം സമയം 7 മണിയായി. ലെറ്റ്സ് ഗോ വേക്ക് ജിമ്മി അപ്പ്. ഗോപിക എന്നെ കുടിച്ചിട്ടാണല്ലേ സ്ലോ മോഷൻ നടന്നു. ഇത് സ്ലോ മോഷൻ നടന്നത് ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിപ്പോ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കിടന്നു വാങ്ങുന്നുണ്ടോ? ലെറ്റ്സ് വേക്ക് ഹിം അപ്പ്. ഹാപ്പി ആനിവേഴ്സറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് അപ്പ അമ്മ ആനിവേഴ്സറി വിഷയത്തെ താങ്ക് യു. അപ്പാന്റെ വിഷയത്തിനാ വിളിക്ക്. കുറച്ച് കുടിച്ചാൽ മതി. അപ്പ കുടിച്ചി എന്നാൽ എന്നോടൊരു വാക്ക് ചോദിക്കുന്നില്ല. കാപ്പി ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി. താങ്ക്സ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ആനിവേഴ്സറിക്ക് ഇടാൻ വേണ്ടി അമ്മ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്ന ഡ്രസ്സാണ്. ഫൈനലി വി ആർ റെഡി ടു സ്റ്റാർട്ട് അവർ ഡേ. ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. സോ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഇന്ന് 2 സ്ഥലം കവർ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം നോർത്ത് ഗോവയാണ്. ഞങ്ങൾ പോകുന്നത് സൗത്ത് ഗോവയിലേക്കാണ്. സോ ഇവിടുന്ന് കുറച്ച് 1-2 മണിക്കൂറിൻ്റെ ദൂരമുണ്ട്. 10 മണിക്ക് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം ജേർണി സ്റ്റാർട്ട് ആകാൻ. അപ്പോൾ ഐ സീ യു ഗൈസ്. I've been dreaming on in my head like I've seen it, a life worth living. നല്ല ചൂട് ക്ലൈമറ്റ് ആണ് കേട്ടോ. ചൂട് കൊണ്ട് വി വെർ ഓൾ ഫീലിംഗ് വെരി ടയേർഡ്. നോർത്ത് ഗോവയിൽ നിന്ന് സൗത്ത് ഗോവയിൽ പോകുന്ന വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. സിറ്റി ഒക്കെ മാറിയിട്ട് കുറച്ച് നാട് പോലെയുള്ള പ്രദേശങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സോ ഫൈനലി ആഫ്റ്റർ 1 hour 15 minutes ഓഫ് ജേർണി വി ആർ ഹിയർ അറ്റ് ട്രോപ്പിക്കൽ സ്പൈസ് പ്ലാന്റേഷൻ. കാറ് ഫുൾ അതിൻ്റെ എൻട്രൻസ് വരെ പോകും കേട്ടോ. ബട്ട് അവ്യൂ ടയേർഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവനെയും കൊണ്ട് കുറച്ച് നേരം നടക്കാമെന്ന്. സോ പ്ലാന്റേഷൻ്റെ അകത്ത് കയറാൻ ചാർജിങ് ഫീ അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2500 ക്യാഷ് ഇല്ല. ഇവിടെ ഒട്ടും നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. സോ GPay ഫോൺപേ ഒന്നും വർക്ക് ആവില്ല. ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്ത സഹകാരി സ്പൈസ് പ്ലാന്റേഷൻ. ഇപ്പം നമ്മളുള്ള സ്ഥലമാണ് ട്രോപ്പിക്കൽ സ്പൈസ് പ്ലാന്റേഷൻ. ട്രോപ്പിക്കൽ സ്പൈസ് പ്ലാന്റേഷൻ അടിച്ചിട്ട് ഇവിടെ എത്തി. ബട്ട് ഇവർ എന്താ പറയുന്നത്, കൗണ്ടറിൽ അവർ പറഞ്ഞു രണ്ടും സെയിം ആണ്. അവിടെയും 500 ആണ്, ഇവിടെയും 500 ആണ് പെർ ഹെഡ്. കുട്ടികൾക്കൊന്നുമില്ല. പിന്നെ ടൈമിംഗ് ഇസ് ഓൾസോ ഫ്രം 10 o'clock to 4 o'clock. നല്ല ലൊക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കാലങ്കൂട്ട് എന്ന് പറയുന്ന സ്ഥലം തൊട്ടിട്ട് ഈ സ്ഥലം വരെ ഒരു 40 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. എനിവേ ഇറ്റ്സ് വർത്ത് കമ്മിങ്. ഇനി നമുക്ക് അകത്തേക്ക് നോക്കാം എന്തൊക്കെയുണ്ട് നമ്മളെ കാത്തു നിൽക്കുന്നത്. എൻട്രൻസിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് സ്പേസ് കഴിഞ്ഞാൽ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ പോണ്ട്, പിന്നെ ചുറ്റും ബേർഡ്സിൻ്റെ സൗണ്ട്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ദ പ്ലേസ് വെർ ഐ വാണ്ട് ടു ബി. ആസ് എ പാർട്ട് ഓഫ് വെൽക്കമിങ് നല്ല റോയലായിട്ട് പൂവൊക്കെ ഷവർ ചെയ്തിട്ടാണ് അവർ നമ്മളെ വെൽക്കം ചെയ്തത്. അതിനുശേഷം വെൽക്കം ഡ്രിങ്കായി ലെമൺ ഗ്രാസ് ടീ കുടിക്കാൻ തന്നു. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഈ ഡ്രിങ്ക് നമ്മുടെ ട്രാവലിംഗ് സിക്നസ്, ടയർഡ്നെസ് ഒക്കെ മാറ്റി. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പറയാലോ, ഐ റിയലി ലവ് ദിസ് പ്ലേസ്. അടിപൊളി ആംബിയൻസ് ആണ്, പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആണ്.
എന്നെപ്പോലെ പീസും കാമായിട്ടുള്ളൊരു പ്ലേസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ യു റിയലി ഹാവ് ടു വിസിറ്റ് ദിസ് പ്ലേസ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് അബൌട്ട് ദ പ്ലേസ്. വെൽക്കം ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം അടുത്തത് സ്പൈസ് പ്ലാന്റേഷൻ ടൂറാണ്. ഇത് ബേസിക്കലി എന്താണെന്നറിയോ, ഇറ്റ്സ് എ ഷോർട്ട് വാക്ക് ത്രൂ ദ സ്പൈസ് പ്ലാന്റേഷൻ. നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. അവർ ആ ഒരു സ്ഥലത്ത് വളരുന്ന സ്പൈസസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കാണിച്ചു തരും. ഒരു ജീവിതകാലം മുഴുവനും നമ്മൾ യൂസ് ചെയ്ത സ്പൈസസൊക്കെ നമ്മൾ അതെങ്ങനെയാണ് വളരുന്നത്, അതിൻ്റെ യൂസ് എന്നാ, അതിൻ്റെ പ്ലാന്റ് എന്താ, ട്രീ എന്നാ ഒന്നും അറിയാതെ പോകുന്നു. ഫൈനലി എനിക്ക് ഇന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ഞങ്ങൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഓരോ സ്പൈസും എങ്ങനെയാണ് വളരുന്നത്, അതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. lemon grass. So the tea which we serve you as a welcome drink is made from this grass. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. 80 acres ഉണ്ട് എന്നാണ് പറഞ്ഞത്. സോ അതിൽ 1 ഏക്കറിലാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്. For the outer skin we are using as the cinnamon, and this plant takes at least 9 to 10 years to get mature. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ കാണാനും അറിയാനും അതിനെപ്പറ്റി പഠിക്കാനും പറ്റും. ഒരു സ്പൈസ് അത് എങ്ങനെയാണ് വളരുന്നത്, എത്ര വർഷം എടുക്കും വളരാൻ, അതിൻ്റെ യൂസ് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവർ നമുക്ക് പറഞ്ഞു തരും. ഒരു ലീഫ് എടുത്തിട്ട് അത് ക്രഷ് ചെയ്ത് സ്മെൽ ചെയ്ത് അത് എന്ത് ഫ്രാഗ്രൻസ് ആണ് അതിനുള്ളത് എന്നുള്ളത് ഗസ് ചെയ്യാൻ പറഞ്ഞു. സോ അതൊരു ലവംഗമാരാണ്, അതിൻ്റെ ഇലയായിരുന്നു അവർ നമുക്ക് തന്നത്. അങ്ങനെ ഒരുപാട് സ്പൈസസും പ്ലാന്റ്സും ഒക്കെ അവർ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ ഇതിലുള്ള എല്ലാം കാണിച്ചു തരിക എന്ന് വെച്ചാൽ ഇതൊരു ലെങ്തി വീഡിയോ ആകും. സോ കുറച്ച് പ്രത്യേകതയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാർഡമം, ഏലക്കായ്. ചെടീൻ്റെ താഴെ ഭാഗത്ത് വളരുന്നത് ഗ്രീൻ കാർഡമം, പിന്നെ മേൽഭാഗത്ത് വളരുന്നത് ബ്ലാക്ക് കാർഡമം. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ 2 ടൈപ്പ് ഓഫ് കാർഡമം കിട്ടും. നിങ്ങളിൽ എത്ര പേര് വനില ഫ്ലവർ കണ്ടിട്ടുണ്ട്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വനില ഫ്ലവർ എനിക്കൊരു അത്ഭുതമായിരുന്നു. കുങ്കുമപ്പൂവിന് ശേഷം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പൈസാണ് വനില. വനിലിൻ്റെ ആദ്യത്തെ ഫ്ലവർ ഒന്ന് വിടരാൻ 4 വർഷം എടുക്കും. ഗൈഡിൻ്റെ കയ്യിൽ കാണുന്ന ബ്ലാക്ക് സ്റ്റിക്കില്ലേ, അതുപോലത്തെ 30,000 to 40,000 സ്റ്റിക്സ് വേണത്രേ 1 ലിറ്റർ ഓഫ് വനില എസെൻസ് കിട്ടാൻ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഈ തെങ്ങിൻ്റെ മരമാണ്. അത് കണ്ടില്ലേ, അങ്ങ് വരെ ഉണ്ട്. ഇറ്റ്സ് വെരി ടോൾ. 1 2 3 4. അപ്പോൾ ഒരു വയസ്സാവുമല്ലോ, അങ്ങനെ പോലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കജുഫെനി ഗോവയിലെ ഫേമസ് ലോക്കൽ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. സോ അവർ ഇതിൻ്റെ ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ആ ഒരു ഗോവ ഫെനി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു 2-3 ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് കടന്നു പോകും. ബേസിക്കലി ഇതെന്താണെന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാറ്റുന്ന പ്രോസസ്സാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഗോവയിൽ വാറ്റുന്നത് ലീഗലാണ്. ബട്ട് ആസ് പെർ ലോ നിങ്ങൾക്ക് ആൽക്കഹോൾ ഡ്രിങ്കൊക്കെ ആ സ്റ്റേറ്റിൽ വെച്ചിട്ട് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റൂ, കടത്താൻ പാടില്ല എന്നാണ് നിയമം. Okay, so here we are finishing our spice round. I hope you enjoyed the round with me. So this is our small tradition only for the relaxation. ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. ഇത് ഗോവയിലെ ഒരു ട്രഡീഷൻ അത്രേ. വെള്ളത്തിൽ ലാവൻഡർ ഓയിൽ മിക്സ് ചെയ്ത് നമ്മുടെ സ്പൈനൽ കോഡിൽ അവർ പോർ ചെയ്യും, ജസ്റ്റ് ഫോർ റിലാക്സേഷൻ. നമ്മുടെ ഡ്രസ്സ് നനയില്ല എന്നാണ് അവർ പറയുന്നത്. സ്പൈസ് റൗണ്ട് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ അവിടുത്തെ സ്പൈസസ് ഒക്കെ ഡയറക്റ്റായിട്ട് അവിടുന്ന് ഷോപ്പ് ചെയ്യാം. ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. എല്ലാം ഞാൻ ഗോവ ഹോൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഹസ്ബൻഡിൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്ത് ഷോപ്പ് ചെയ്യുമ്പം എത്ര വൈഫിന് ഒരു പ്രത്യേക സുഖം കിട്ടും. സാധനം എടുക്കുന്ന ഞാൻ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യും. ഇവിടുത്തെ ഫേമസ് ഡ്രിങ്ക് ഉണ്ട്, ഒരു ആൽക്കഹോളിൽ പെടുന്നത് തന്നെയാണ്. സോ നമുക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മൂന് വേണ്ടേ? ഇത് വേണമെന്ന് പറയുന്നു. പാല് ഇങ്ങോട്ട് വാ. കൊട്ടോ. നല്ലതുണ്ട് കേട്ടോ. എൻ്റെ വായിലും പുകയെന്ന്.
നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ പ്രശ്നമുണ്ടോ? ഇത് കുടിച്ചോ, അതിന്റെ ഭക്ഷണം കഴിച്ചോ, ഒന്നും പ്രശ്നമില്ല. അടിക്കേ അണ്ണന്റെ ആദ്യത്തെ കള്ളു കുടിക്കൽ ഗോവയില്. അബ്യു എവിടെ പോന്നെ ഭക്ഷണം കഴിക്കാൻ പോന്നാ? നമ്മൾ കൊടുത്ത എൻട്രി ഫീസ് ഓഫ് 500-ൽ ലഞ്ചും ഇൻക്ലൂഡഡ് ആണ് പെർ പേഴ്സൺ. ലഞ്ച് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. ഇറ്റ്സ് എ സെൽഫ് സർവീസ് ബുഫേ. നൗ ലെറ്റ്സ് എൻജോയ് ഗോവാസ് ട്രഡീഷണൽ ക്വിസിൻ. ക്വിക്കായിട്ട് നമുക്ക് ലഞ്ചിന് എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വി ഹാവ് ചപ്പാത്തി, നോർമൽ റൈസ്, ജീര റൈസ്, പരിപ്പ് കറി, വെജിറ്റബിൾ കറി ഫോർ ചപ്പാത്തി, ക്യാബേജ് തോരൻ, ഒരു സ്വീറ്റും പപ്പടവും, പിന്നെ ഫേമസ് ഫിഷ് കറി ഓഫ് ഗോവ, സം ചിക്കൻ കറി ആൻഡ് ദെൻ ഫിഷ് ഫ്രൈ, പിന്നെ കുറച്ച് സാലഡും പിക്കിളും കൊക്കും കടിയെന്നാണ് അതിന് പറഞ്ഞ റെഡ് കളർ വാട്ടർ. ഒരു രസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതിന്. ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റ്, നല്ലൊരു വ്യൂ, പിന്നെ ഗോവൻ ഡിഷും. 5th വെഡിങ് ആനിവേഴ്സറി ലഞ്ച് നല്ല അടിപൊളിയായി. ഇത് ഗോവയിലെ ഫേമസ് മീൻ പൊരിച്ചാണ്. ഇത് നമ്മുടെ നാട്ടിലെന്നാ റവയാണ്. റവ മുക്കി പൊരിച്ചിട്ടുള്ള മീൻ, തരി മുക്കി പൊരിച്ചിട്ടുള്ള മീൻ. സത്യം പറയല നല്ല അടിപൊളി ഭക്ഷണം. നമ്മളെ നാട്ടിലെ പോലത്തെ മീൻ കറി, മീൻ പൊരിച്ചത് എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാം. അടിപൊളിയായിട്ടുണ്ട് മീൻ കറിയല്ല, സോറി, മീൻ പൊരിച്ച. പൂച്ച ഇപ്പം വന്നിട്ട് അമ്മ ഉറങ്ങുന്ന നേരം പൂച്ച കൊണ്ടുപോകും, കണ്ടോളാ. അത് കൊണ്ടുപോയി, പൂച്ചക്ക് കൊടുക്കടാ. അവിടെ ഉണ്ട് പറ. ഏയ്ന്നാ അതാ തിന്ന്. ആ ഫെനി കുടിച്ചിട്ട് ഒരു ചെറിയൊരു ഡിസീനസ് പോലെ. 500 റുപ്പീസാണ് അവർ ചാർജ് ചെയ്ത്. നിങ്ങൾ ഭക്ഷണം കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല അടിപൊളി ഭക്ഷണമാണ്, കുറേ ഐറ്റംസ് ഉണ്ട്. ലഞ്ചിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുകയാണ്. അതിനു മുന്നേ അവിടെയുള്ള സ്റ്റാഫ്സിനോടൊക്കെ താങ്ക്സ് പറഞ്ഞു. ബിക്കോസ് ദി വർ ട്രീറ്റിംഗ് us സോ വെൽ. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നല്ല പൊളൈറ്റായിരുന്നു, വെൽ മാനേർഡ് ആയിരുന്നു. എപ്പോഴും അവരുടെ മുഖത്ത് ആ ഒരു കോൺസ്റ്റൻറ്റ് സ്മൈൽ ഉണ്ടാകും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. നിങ്ങൾ ഗോവയിലേക്ക് വരുവാണെങ്കിൽ കുറച്ച് പാർട്ടി ലൈഫ്, പബ്, ബീച്ചസൊക്കെ മാറ്റി വെച്ച് സ്പൈസ് പ്ലാന്റേഷൻ ഒക്കെ വിസിറ്റ് ചെയ്യണം. ബിക്കോസ് ഇതൊരു യുണീക്ക് കൾച്ചറൽ എക്സ്പീരിയൻസ് ആണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഗോവ വരുവാണെങ്കിൽ ഒരു മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന പ്ലേസാണ്. വി ഹാഡ് നൈസ് എക്സ്പീരിയൻസ്, വി ഹാഡ് നൈസ് ഫൺ, വി ഹാഡ് ഗ്രേറ്റ് ഫുഡ് ഓൾസോ. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇനി അടുത്തൊരു ബീച്ച് ഉണ്ട്, ബട്ട് ആ ബീച്ചിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഷോ യു ഗൈസ്. ഇപ്പോൾ സമയം 2:30 ആയി. ഞങ്ങൾ ഇവിടുന്ന് വിടാൻ പോവാണ്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീച്ചിൽ, ബട്ട് അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സോ ദാറ്റ് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന്. ആൻഡ് കീപ് സപ്പോർട്ടിങ് ബൈ സബ്സ്ക്രൈബിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി.